പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്ക്കാൻ പോകുന്നത് ഒരു ചുരിദാറിൻ്റെ നെക്കാണ്. അപ്പോൾ അത് നമുക്ക് ക്യാൻവാസിൽ വെട്ടിയെടുക്കണം. രണ്ടാക്കി മടക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി എടുക്കണം. കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് 4.5 ഇഞ്ചാണ് വെക്കുന്നത്. അകലം നമുക്ക് 2.25 ഇഞ്ച് വയ്ക്കാം. ഇതുപോലെ നമ്മൾ വരച്ചെടുക്കണം. ഇനി നമുക്കിതിന് ഷേപ്പ് വരച്ചു കൊടുക്കണം. വട്ടത്തിലുള്ള ഷേപ്പ് വരച്ചു കൊടുക്കണം. ഇതുപോലെ ഷേപ്പ് വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1.25 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1.25 ഇഞ്ച് അടയാളപ്പെടുത്തിയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു അരയും ഒരു പോയിൻറ്റും അടയാളപ്പെടുത്താം. അപ്പം നമ്മൾ ഇവിടെ നിന്ന് അരയും ഒരു പോയിൻറ്റും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്കെയിൽ വെച്ച് ഇങ്ങനെ വരയ്ക്കണം. അപ്പം നമ്മളിതിന് ഷേപ്പ് വരച്ചിടണം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ ഇഞ്ച് ഇങ്ങനെ ഇതേ ഷേപ്പിൽ തന്നെ അടയാളപ്പെടുത്തിയെടുക്കണം. ഇതുപോലെ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തണം. ഷേപ്പ് വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ ഓരഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇവിടേക്ക് കൂർപ്പ് വരുത്തണ്ട. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് കട്ട് ചെയ്തെടുത്തണം. ഈ താഴെ ഭാഗത്തേക്ക് കൂർപ്പ് വരുത്തണ്ട, ഇതേപോലെ ആക്കിയാൽ മതി. ഇത് നമ്മൾ ഈ തുണിയിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. നമുക്ക് ഈ ക്യാൻവാസിൻ്റെ മുകളിൽ കൂടെ ഒന്ന് തുന്നിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗം മടക്കിയെടുക്കണം. നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കണം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണം. ഇവിടെ എത്തുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്യണം. ഇതുപോലെ കട്ട് ചെയ്യണം. ഇങ്ങനെ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്ത് വെക്കണം. നമ്മളിത് മടക്കിയെടുക്കണം. നമുക്കിത് മടക്കിയെടുക്കാം. ഇത് ചുറ്റിനും നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഒരു ഭാഗം മടക്കിയെടുത്തു. ഇനി നമുക്കിതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ഇവിടെ ഒന്ന് കട്ട് ചെയ്യണം. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് ഒന്ന് വരയ്ക്കണം. ഇതിൻ്റെ നടുഭാഗം നമ്മൾ അടയാളപ്പെടുത്തി വന്നു. ഇത് ചുരിദാറിൽ വയ്ക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ലൈനിങ് പിടിപ്പിച്ച് വെച്ചെന്ന് വന്നു. ഇതിന് നമുക്ക് ഒന്ന് 2 മടക്കാക്കണം. നമ്മളിത് 2 മടക്കാക്കി വന്നു. ഇനി നമുക്കിതിൻ്റെ നടുഭാഗം ചോക്കിയും കൊണ്ട് വരയ്ക്കണം. നമുക്കിത് ചോക്കിയും കൊണ്ടൊന്ന് വരയ്ക്കാം. നമ്മൾ ചോക്കിയും കൊണ്ട് വരച്ചൊന്ന് ഇതൊന്ന് മറച്ചാൽ നമുക്കിതിൻ്റെ നടുഭാഗം കിട്ടും. ഇതേപോലെ കിട്ടും. ഇനി വേണമെങ്കിൽ ഈ താഴേക്ക് ഒരു അടി കൊടുക്കാം. ഇനി നമ്മൾ ഈ പീസ് ഇതിലേക്ക് വെക്കുകയാണ്. ഇതിൻ്റെ നടുഭാഗം നോക്കിയിട്ട് വെക്കണം. ഇതേപോലെ വെക്കുകയാണ്. എന്നിട്ട് ഇത് ഇങ്ങനെ ഒരു അടി കൊടുക്കാം. ഇനി നമുക്ക് ഇങ്ങനെ താഴേക്കും ഒരടി കൊടുക്കാം. ഇനി നമുക്കിതിങ്ങനെ ചുറ്റിനും അടിച്ചെടുക്കണം. ഷേപ്പ് വരുന്നിടത്ത് കുത്തി നിർത്തിയിട്ട് തയ്ച്ചെടുക്കണം. അപ്പം നമ്മളിത് തയ്ച്ചെടുക്കണം. ഇനി നമുക്ക് 4 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിങ്ങനെ പിന്നല്ലിൽ തട്ടാതെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഷേപ്പ് വരുന്ന ഭാഗത്തും കട്ട് ചെയ്യണം. ഇപ്പുറത്ത് കട്ട് ചെയ്യണം. ഇവിടെ കട്ട് ചെയ്യണം. പിന്നല്ലിൽ തട്ടരുത്. അപ്പം നമ്മളിത് മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് മറിച്ചെടുക്കണം. അപ്പം നമ്മളിത് മറിച്ചെടുക്കണം. ഇനി നമുക്കിതിൻ്റെ ഈ
ഇവിടെ ആയിട്ട് എന്തുകൊണ്ടെങ്കിലും ഒന്ന് ഇതാക്കിയെടുക്കണം. പിന്നെ നമുക്കിത് ഈ സൈഡിനായിട്ടൊന്ന് അടി കൊടുക്കാം. അപ്പം നമ്മൾ ഇങ്ങനെ തയ്ച്ചെടുത്തു. ഇനി അയച്ചെടുത്തു. ഇനി 1/4 ഇഞ്ച് വിട്ടിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ 1/4 ഇഞ്ച് വിട്ടിട്ട് ഒരടി കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെക്ക് റെഡിയായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയറും ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.